ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ഓമയ്ക്ക സാമ്പാർ, ഓമയ്ക്കായും തൊമരയും മാത്രം ഇട്ടൊരു സാമ്പാർ വെക്കാം. അതിൻ്റെ 2 സവാള ഉള്ളി വരുന്നുണ്ട്. ഞാൻ രാവിലെ കൂട്ടാൻ വെക്കാൻ നിന്നില്ല, പല്ല് തേച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് എന്തോ എന്ന് കൂട്ടാൻ പറ്റുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു ഓമ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഓമയെ നോക്കിയപ്പോൾ ഓമയ്ക്ക നിറച്ച് കിടക്കുന്നു. അപ്പം ഞാൻ മേച്ചെന്നത് അതിലൊരു ഓമയ്ക്ക എടുത്ത് നമുക്കൊരു സാമ്പാർ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ച് രണ്ട് ഓമയ്ക്ക് ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞേക്ക്. നമ്മൾ ചതുരത്തിൽ അരിയത്തില്ലേ, അതുപോലെ ഇച്ചിരി വലിയ പീസായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വേവിക്കാൻ പറ്റും. 2 പച്ചമുളക് എടുത്തിട്ടുള്ളത്, അത് ഞാൻ 2ആയിട്ട് എടുത്തിട്ട്, പിന്നെ സവാള ഉള്ളി, ചെറിയ 3 സവാള ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഓമയ്ക്ക് അരിയുന്ന പോലെ തന്നെയാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇട്ട് നമുക്കൊന്ന് വേവിക്കാം. ആവശ്യമുള്ള വെള്ളം ഒഴിക്കുവാണേ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഞാൻ കറിവേപ്പില ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, അത് പറയാൻ മറന്നു പോയതാണ്. അടച്ചു വെച്ച് വിളിക്കാം. നമ്മുടെ ഓമയ്ക്കായി സവാള ഉള്ളിയെല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് ഞാൻ ഈ തൊമരയെന്ന് പറഞ്ഞാൽ ഞാൻ കുക്കറി വേവിച്ച തൊമരയാണ്. ഞാൻ കഷ്ണത്തിലൂടെ തൊമര ഇടത്തില്ല, സെപ്പറേറ്റ് ഞാൻ തൊമര ഇട്ടാണ് വേവിക്കുന്നത്. ഞാൻ ഈ തൊമരയിൽ ഇതങ്ങോട്ട് ഒഴിക്കുവാണേ. ഒത്തിരി വേണ്ട, കുറച്ച് മതി, ഒത്തിരി കൊഴുക്കാൻ പാടില്ല. ഞാൻ തക്കാളിക്കൊന്നും ഇട്ടിട്ടില്ല, ഞാൻ പുളിവെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് ഓമയ്ക്ക സാമ്പാർ എന്നോ ഓമയ്ക്ക നമുക്ക് പുളിങ്കറി എന്നോ പറയാം. പക്ഷെ ഇത് നല്ലൊരു കൂട്ടാനാണ് കേട്ടോ, ചോറിന് ഏറ്റവും നല്ലൊരു കൂട്ടാനാണ്. ഇച്ചിരി വെള്ളം കൂടി ഞാൻ ഒഴിക്കുവാണേ, കുറുവല്ലെങ്കിൽ തൊമരയല്ല, നല്ല വൃത്തിയൊക്കെ കട്ടിയാവും, ഒത്തിരി കട്ടിയാകരുത്. ഞാൻ പിഴുപുളിയുടെ വെള്ളമാണ്, നീരാണ് ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്ത് മുളക് പൊടിയൊക്കെ ചേർക്കാം. സാമ്പാർ പൊടി ഇതിനകത്ത് ഉപയോഗിക്കത്തില്ല, ഞാൻ സെപ്പറേറ്റ് വേറെ പൊടി എടുക്കുകയാണ്. എണ്ണ പാത്രം വെച്ച് എണ്ണ ചൂട് ഒഴിക്കുവാണേ. പക്ഷെ എണ്ണ കൂടുതൽ ഒഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ കടുകിടുക. മല്ലിപ്പൊടി, മുളക് പൊടി, ലേശം വെള്ളം ഒഴിക്കുവാണ്. ഉലുവാപ്പൊടി, കായപ്പൊടി, നമ്മുടെ മസാലയെല്ലാം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ സാമ്പാറിനകത്ത് കൊടുക്കും.